ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമക്സ് ട്യൂട്ടോറിയൽ. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന ടോപ്പിക്കിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജസ് തുടങ്ങിയ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. ഇനി സിംഗിൾ എൻട്രി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. 3 തരം സിംഗിൾ എൻട്രി സിസ്റ്റമാണുള്ളത്. ഫസ്റ്റ് വൺ പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം, സെക്കൻഡ് വൺ സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം, തേർഡ് വൺ കോസി സിംഗിൾ എൻട്രി സിസ്റ്റം. ഓക്കെ, അപ്പോൾ എന്താണ് പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം? പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഓൺലി പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ, ലൈക്ക് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടുള്ള ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഒക്കെ മാത്രമേ ഈ പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം. സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പേഴ്സണൽ അക്കൗണ്ടിന് പുറമെ ക്യാഷ് ബുക്കും കൂടി പ്രിപ്പയർ ചെയ്യും. ഓക്കെ, സോ ക്യാഷ് ബുക്ക് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് ആർ മെയിൻറ്റെയിൻഡ് അണ്ടർ സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം. ദെൻ തേർഡ് വൺ കോസി സിംഗിൾ എൻട്രി സിസ്റ്റം. കോസി സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് ബുക്കും പിന്നെ കുറച്ച് സബ്സിഡറി ബുക്സും മെയിൻറ്റെയിൻ ചെയ്യും. പേഴ്സണൽ അക്കൗണ്ട് തന്നെ ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, അതേപോലെ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യും. ആൻഡ് സബ്സിഡറി അക്കൗണ്ട് ലൈക്ക് പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, അങ്ങനെ സബ്സിഡറി ബുക്സും ഈ കോസി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ളത് മനസ്സിലായി കാണും. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ എന്തൊക്കെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റവും ഡബിൾ എൻട്രി സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം? ഫസ്റ്റ് വൺ, ടൈപ്സ് ഓഫ് റെക്കോർഡിങ്. റെക്കോർഡ് ഓൺലി വൺ ആസ്പെക്റ്റ് ഓഫ് ദി ട്രാൻസാക്ഷൻ. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഒരു ആസ്പെക്റ്റ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ബോത്ത് ആസ്പെക്റ്റ് റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ്റെ ബോത്ത് ആസ്പെക്റ്റ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യും. ഡെബിറ്റും റെക്കോർഡ് ചെയ്യും, അതേപോലെ ക്രെഡിറ്റും റെക്കോർഡ് ചെയ്യും. ഗിവിങ് ആസ്പെക്റ്റ് ആൻഡ് റിസീവിങ് ആസ്പെക്റ്റ്. ഓക്കെ, ദെൻ നാച്ചുർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓൺ ദ ബേസ് ഓഫ് നാച്ചുർ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റം വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ പഠിച്ചു, അതിന് പ്രത്യേക റൂൾസും പ്രിൻസിപ്പിളൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് റെക്കോർഡ് ചെയ്യലാണ്. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റം കോംപ്ലക്സ് ആണ്. കാരണം അതിന് കുറച്ച് റൂൾസ്, പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്ത് അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സും പ്രൊസീജിയറും ഒക്കെ ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ എൻട്രി സിസ്റ്റം മച്ച് കോംപ്ലക്സ്. ദെൻ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ്. അക്കൗണ്ട്സ് മെയിൻറ്റെയിനിൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഓൺലി ക്യാഷ് ബുക്ക് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. അല്ലേ, നമ്മൾ പഠിച്ചു സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് ബുക്ക് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളൂ. അത് ഈ 2 അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാറുള്ളൂ. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് എല്ലാ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഈ 3 അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ അക്കൗണ്ടും ആയി അല്ലേ. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യും. ഇനി കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലെസ് കോസ്റ്റ്ലി ആണ്. കാരണം അവിടെ അക്കൗണ്ടൻറ്റിനെയോ അല്ലെങ്കിൽ ഓഡിറ്ററെയോ ഒന്നും അപ്പോയിൻ്റ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് മാനിന് തന്നെ സ്വയം ചെയ്യാവുന്ന അക്കൗണ്ട്സ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെസ് കോസ്റ്റ്ലി ആണ്. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ അതിന് സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം, ഒരു അക്കൗണ്ടിനൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ കോസ്റ്റ്ലി ആണ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. ഇനി ഈ സിംഗിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ ആകുന്നത് സ്മോൾ ബിസിനസ്സിനാണ്, ചെറുകിട ബിസിനസ്സിനാണ് സിംഗിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ ആകുന്നത്. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റം സ്മോൾ ആയാലും ബിഗ് എൻ്റർപ്രൈസസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ടൈപ്പ് ബിസിനസ്സിനും സ്യൂട്ടബിൾ ആണ്. ഇപ്പോൾ സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ്. ദെൻ എറേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ ഹാർഡ് ടു ഐഡൻറ്റിഫൈ. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റം നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആകും അല്ലേ.
ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡെബിറ്റ് ഉണ്ടാകും, ഒരു ക്രെഡിറ്റ് ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, എറർ വന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ്, സ്യൂട്ടബിൾ ഫോർ ടാക്സ് പർപ്പസ്. ടാക്സ് കൊടുക്കുന്നത് പ്രോഫിറ്റിന്മേലാണ്. ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ട്രൂ ആയിട്ടുള്ളൊരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു അല്ലേ, ട്രൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിറ്റർമൈൻ ചെയ്യാൻ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പറ്റില്ല. അതുകൊണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെയാണ് പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്തതെങ്കിൽ അത് ടാക്സ് അതോറിറ്റി ആക്സെപ്റ്റ് ചെയ്യില്ല. സോ സ്യൂട്ടബിൾ ഫോർ ടാക്സ് പർപ്പസ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നോ അല്ലേ, നോട്ട് ആക്സെപ്റ്റബിൾ ബൈ ദി ടാക്സ് അതോറിറ്റി. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലൂടെ പ്രോഫിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ആയിട്ടൊരു പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന് മേലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്യൂട്ടബിൾ ഫോർ ടാക്സ് പർപ്പസ് ഏതാണ്, ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ക്ലിയർ. നെക്സ്റ്റ്, കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് ഉപയോഗിക്കും. ഫസ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്, രണ്ടാമത്തത് കൺവേർഷൻ മെത്തേഡ്. ദ പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ കേസ് ഓഫ് എ ബിസിനസ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് അക്കോർഡിംഗ് ടു സിംഗിൾ എൻട്രി സിസ്റ്റം ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ 2 മെത്തേഡ്സ്. ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡും രണ്ടാമത്തത് കൺവേർഷൻ മെത്തേഡ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ്. കൺവേർഷൻ മെത്തേഡ് എന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് വൺ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണ്. അസറ്റ് സൈഡ് ഉണ്ടാകും, അതേപോലെ ലാബിലിറ്റി സൈഡ് ഉണ്ടാകും. എന്നാൽ ബാലൻസ് ഷീറ്റിൻ്റെ അത്ര ആക്യുറേറ്റ് ആകില്ല. എങ്കിൽ പോലും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇനി എന്തിനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്? ബിഗിനിങ്ങിലുള്ള ക്യാപിറ്റലും അതേപോലെ എൻഡിങ്ങിലുള്ള ക്യാപിറ്റലും കണ്ടെത്താൻ വേണ്ടിയാണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് അറ്റ് ദി ബിഗിനിങ് and at the end of the relevant accounting period are prepared to ascertain the amount of changes in the capital during the period. This statement is known as statement of affairs. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ബിസിനസ്സിലെ ബിഗിനിങ്ങിലുള്ള ക്യാപിറ്റലും ആ റെലവൻറ്റ് അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിലുള്ള ക്യാപിറ്റലും കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പോൾ ബിഗിനിങ്ങിലുള്ള ക്യാപിറ്റൽ കണ്ടെത്താൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ബിഗിനിങ് അത് നമ്മൾ പ്രിപ്പയർ ചെയ്യും. എൻഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എൻഡിങ്, ഓക്കെ, അതും പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, എന്തിനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇറ്റ് ഷോസ് അസറ്റ് ഓൺ വൺ സൈഡ് ആൻഡ് ലാബിലിറ്റീസ് ഓൺ ദി അതർ സൈഡ് ജസ്റ്റ് ആസ് ഇൻ കേസ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഉള്ളതുപോലെ തന്നെ അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും ഉണ്ടാകും. ഈ അസറ്റ്സും ലാബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? ക്യാപിറ്റൽ. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഓഫ് 2 സൈഡ്സ്. അപ്പോൾ നമ്മൾ അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യും, ലാബിലിറ്റി സൈഡ് ടോട്ടൽ ചെയ്യും. ഇതിലുള്ള ഡിഫറൻസിനെ നമ്മൾ എന്ത് പറയും? ക്യാപിറ്റൽ എന്ന് പറയും. ക്ലിയർ. ഇനിയും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിനെ, ആ മെത്തേഡ് പ്രകാരം നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഈ മെത്തേഡിന് പറയുന്ന മറ്റൊരു പേരാണ് നെറ്റ് വർത്ത് മെത്തേഡ്, അതേപോലെ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രകാരം നമ്മൾ ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടെത്തി. അതിപ്പോൾ ബിഗിനിങ്ങിലുള്ള ക്യാപിറ്റലും കണ്ടെത്താം, എൻഡിങ്ങിലുള്ള ക്യാപിറ്റലും കണ്ടെത്താം. അങ്ങനെ ക്യാപിറ്റൽ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി പ്രിപ്പയർ ചെയ്യാണ്ട്, അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, രണ്ടാമത്തെ ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്.
Under this method, profit or loss is computed by comparing the capital of the business on two different dates. അപ്പോൾ നമ്മൾ ടു ഡിഫറെൻറ്റ് ഡേറ്റ്സ് ഏതൊക്കെയാണ് ആ ടു ഡിഫറെൻറ്റ് ഡേറ്റ്? ബിഗിനിങ് അതേപോലെ എൻഡിങ്. ഇതിലുള്ള ബിഗിനിങ്ങിലുള്ള ക്യാപിറ്റലും എൻഡിങ്ങിലുള്ള ക്യാപിറ്റലും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് ബിഗിനിങ്ങിലുള്ളതും കിട്ടി, അതേപോലെ എൻഡിങ്ങിലുള്ളതും കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. In other words, profit is ascertained by comparing the capital at the beginning and the capital at the end of an accounting period. So, profit is equal to closing capital minus opening capital എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്തത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് ബിഗിനിങ്ങിലുള്ളതും കിട്ടുന്നു, എൻഡിങ്ങിലുള്ളതും കിട്ടുന്നു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇനി എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. പ്രൊഫോർമ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ എവിടെ നിന്നാണ് കിട്ടുക? ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രകാരം കണ്ടെത്തും. ഓക്കെ, അസറ്റ് സൈഡും കൂട്ടും, ലാബിലിറ്റി സൈഡും കൂട്ടിയിട്ട് ഇതിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഡ്രോയിങ്സ് ആഡ് ചെയ്യും. ഓക്കെ, ആ എമൗണ്ടിൽ നിന്ന് എന്ത് അഡീഷണൽ ക്യാപിറ്റൽ, ആ വർഷം അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ലെസ് ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഈ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടും. സോ ദിസ് ഈസ് ദ പ്രൊഫോർമ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, ഇപ്പം എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, എന്നിട്ട് അഡീഷണൽ ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും ലെസ് ചെയ്യുക. ക്ലിയർ? പ്രൊസീജിയർ ഫോർ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇത് തന്നെയാണ്, ഈ പറഞ്ഞത് തന്നെയാണ്, നമ്മളിപ്പോൾ ഈ പ്രൊഫോമ പറഞ്ഞത് തന്നെയാണ് ഈ ഒരു അതിൻ്റെ പ്രൊസീജിയറായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പയർ ആൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, പ്രിപ്പയർ ആൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ. ബിഗിനിങ് ഓഫ് ദി ഇയറിലെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഈ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എങ്കിൽ മാത്രമേ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തു? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ്, പ്രിപ്പയർ എ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ക്ലോസിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കൂടി പ്രിപ്പയർ ചെയ്യുന്നു. ഇവിടെയും ശ്രദ്ധിക്കുക, ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എങ്കിൽ മാത്രമേ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കുക, ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് തന്നിട്ടുണ്ടോ ക്ലോസിംഗ് തന്നിട്ടുണ്ടോ നോക്കുക. ഓക്കെ, ഏതാണ് തന്നിട്ടുള്ളത്? തരാത്തത് പ്രിപ്പയർ ചെയ്താൽ മതി. നെക്സ്റ്റ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. ഏതിൻ്റെ കൂടെ? ഈ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. ഇനി എന്തെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ ആ ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡക്റ്റ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫ്രം അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുക. നമ്മൾ ഈ സ്റ്റെപ്പ് 2-ൽ സ്റ്റെപ്പ് 1-ൽ കണ്ടെത്തിയിട്ടുള്ള ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫോർമ മനസ്സിലുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് 2 ക്വസ്റ്റ്യൻ ചെയ്യാം. അതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം എങ്ങനെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് ക്ലിയർ ആകും. അപ്പോൾ ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ കീപ്സ് ഹിസ് ബുക്സ് ബൈ സിംഗിൾ എൻട്രി സിസ്റ്റം. മിസ്റ്റർ എ ആ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് ബുക്സ് ഓഫ് അക്കൗണ്ടൊക്കെ കീപ്പ് ചെയ്യുന്നത്. ഹിസ് പൊസിഷൻ അറ്റ് 1st January 2011 വാസ് ആസ് ഫോളോസ്.
അപ്പോൾ ഫസ്റ്റ് ജാനുവരി 2011 ക്യാഷ് അറ്റ് ബാങ്ക് എത്രയായിരുന്നു 5000, ക്യാഷ് ഇൻ ഹാൻഡ് 1000, സ്റ്റോക്ക് 7000, സൺഡ്രി ഡെപ്റ്റേഴ്സ് 8400, മെഷീനറി ആൻഡ് പ്ലാന്റ് 6500, ബിൽസ് റിസീവബിൾ 2600, ക്രെഡിറ്റേഴ്സ് 2500, ബിൽസ് പേയബിൾ 4000. അതേപോലെ തന്നെ അപ്പോൾ അത് ഓപ്പണിങ്ങിലുള്ള ബാലൻസ് ഫസ്റ്റ് ജാനുവരി 2011 എന്ന് പറയുമ്പോൾ ഓപ്പണിങ് അല്ലേ. ഓൺ 31 ഡിസംബർ 2011 അപ്പോൾ അതെന്താവും എൻഡിങ് ആകും, ക്ലോസിങ് ആകും. അന്ന് അദ്ദേഹത്തിൻ്റെ പൊസിഷന് എന്താണ് ക്യാഷ് അറ്റ് ബാങ്ക് ഇത്ര 4300, അങ്ങനെ ഓരോന്നിൻ്റെയും എമൗണ്ട് അല്ലേ, ക്യാഷ് ഇൻ ഹാൻഡ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽസ് റിസീവബിൾ, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ഒക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷനും തന്നിട്ടുണ്ട്. എന്താണ് അഡീഷണൽ ഇൻഫോർമേഷൻ? ഡ്യൂറിങ് ദി ഇയർ എ ഇൻട്രഡ്യൂസ്ഡ് മിസ്റ്റർ എ ഇൻട്രഡ്യൂസ്ഡ് ഫർദർ ക്യാപിറ്റൽ ഓഫ് ₹2000. അപ്പോൾ ഫർദർ ആയിട്ട് അഡീഷണൽ ക്യാപിറ്റൽ എത്ര 2000 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓരോ മാസവും ഈ മിസ്റ്റർ എ എന്ന വ്യക്തി 800 രൂപ ഓരോ മാസവും വിഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് ഡിപ്രിഷിയേറ്റ് മെഷീനറി ആൻഡ് പ്ലാന്റ് 5%. അപ്പം മെഷീനറിൻ്റെ ഡിപ്രിസിയേഷൻ എത്രയാണ് 5% ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നുണ്ട്. അതേപോലെ ഒരു ക്രിയേറ്റ് റിസർവ് ഫോർ ബാഡ് ആൻഡ് ഔട്ട്ഫുൾ ഡെറ്റ്സ്, ഡെപ്റ്ററിൽ നിന്ന് 5% എന്ത് ഈ ബാഡ് ആൻഡ് ഔട്ട്ഫുൾ ഡെറ്റ്സ് അതും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രം ദി എബോവ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് മെയ്ഡ് ബൈ ഹിം ഫോർ ദി ഇയർ എൻഡഡ് 31 ഡിസംബർ 2011. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആദ്യം എന്ത് വേണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ മനസ്സിലാക്കണം. ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഓപ്പണിങ്ങിൽ ഇതാണ് ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ഈ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ത് പ്രകാരമാണ്, ഏതുപോലെയാണ് പ്രിപ്പയർ ചെയ്യുക? ബാലൻസ് ഷീറ്റ് പ്രകാരം അല്ലേ. ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണ് ലാബിലിറ്റി സൈഡ് ഉണ്ടാവും, അസറ്റ് സൈഡ് ഉണ്ടാവും. അപ്പോൾ ലാബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ലാബിലിറ്റി വരാം? ബിൽസ് പേയബിൾ ലാബിലിറ്റിയാണ്, അതേപോലെ ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റിയാണ്. അപ്പോൾ 4000ഉം 2500 ലാബിലിറ്റി സൈഡിൽ എഴുതും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 1 ജാനുവരി 2011 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ്, ബിഗിനിങ് അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അതിൽ നമ്മൾ എഴുതിയതാ ക്രെഡിറ്റേഴ്സ് 2500, ബിൽസ് പേയബിൾ 4000. ക്ലിയർ. ഇനി ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, സ്റ്റോക്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, മെഷീനറി ആൻഡ് പ്ലാന്റ്, ബിൽസ് റിസീവബിൾ, ഈ 6 ഐറ്റം എന്താണ്? അസെറ്റാണ്. അപ്പോൾ നമ്മൾ അസറ്റ് സൈഡിൽ എഴുതുന്നു 5000, 1000, 7000, 8400, 6500, 2600. ഓക്കെ. അപ്പോൾ അത് നമ്മൾ അസറ്റ് സൈഡിൽ എഴുതി. ഓക്കെ. എന്നിട്ട് ടോട്ടൽ ചെയ്യാം. അസറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്തു 30500. ഇവിടെയും അതെടുത്ത് എഴുതി 30500. ഇനി എത്രയാണ് ബാലൻസ്? ബാലൻസ് നമുക്ക് കിട്ടി. ഈ 30500 നിന്ന് ഈ എമൗണ്ട് ലെസ് ചെയ്തപ്പോൾ എത്ര ബാലൻസ് കിട്ടി? 24000, 24,000 ബാലൻസ് കിട്ടി. അപ്പോൾ 24,000 ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ക്ലിയർ. അപ്പോൾ നമ്മൾ ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്തത്? ഓപ്പണിങ്ങിലുള്ള അസറ്റ്സും ലാബിലിറ്റീസും തമ്മിൽ നോക്കി അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് കിട്ടിയത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിയത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ഈ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ നമുക്കിവിടെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. അപ്പോൾ ക്ലോസിങ്ങിലുള്ള ക്യാപിറ്റൽ അറിയാൻ വേണ്ടിയിട്ട് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, സ്റ്റോക്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, അതേപോലെ മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽസ് റിസീവബിൾ, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. ഓക്കെ. അപ്പോൾ ഇത് ഈ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും അതെന്താണ്? ലാബിലിറ്റിയാണ്. അപ്പോൾ ലാബിലിറ്റി സൈഡിൽ എടുത്ത് എഴുതി 160ഉം 3200. ഇത് 160 അല്ല 1600 ഓക്കെ. അപ്പോൾ ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31 ഡിസംബർ 2011 ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 1600ഉം ബിൽസ് പേയബിൾ 3200ഉം എഴുതി. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും എഴുതി. ഇനി ബാക്കിയുള്ള 6
അല്ലേ? ഇത് ഏതാണ്? അസറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? നമ്മൾ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഡിപ്രിസിയേറ്റ് മെഷീനറി പ്ലാന്റ് ബൈ 5%, അല്ലേ? അപ്പോൾ തുടക്കത്തിൽ മെഷീനറി 6,500 ഉണ്ടായിരുന്നു. ആ 500 മെഷീനറി യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ 5% ആണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 5% എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ 6,500 നിന്ന് 5% ലെസ് ചെയ്യണം. അതേപോലെ ഇവിടെ ഡെപ്റ്റേഴ്സിൽ നിന്ന് ബാഡ് ആൻഡ് ഔട്ട്പുട്ട് ഡെറ്റ്സ് എത്രയാണ്? 5% റിസർവ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൺഡേ ഡെപ്റ്റേഴ്സ് എത്രയാണ്? 6,000. ഇതിൽ നിന്ന് 5% എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാഡ് ഡെറ്റ്സ് ആയിട്ട് അത് ലെസ് ചെയ്തു 5%. 6,000ൻ്റെ 5%. ക്ലിയർ? അപ്പോൾ ഇനി അസറ്റ് സൈഡ് നോക്കാം. ക്യാഷ് അറ്റ് ബാങ്ക് 4,300, അല്ലേ? 4,300. ക്ലിയർ? അതേപോലെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ക്യാഷ് ഇൻ ഹാൻഡ് 1,700, സ്റ്റോക്ക് 9,000, ബിൽസ് റിസീവബിൾ 3,200. ഡെപ്റ്റേഴ്സ് എത്ര ഉണ്ടായിരുന്നു? 6,000. അതിൽ നിന്ന് 5% ലെസ് ചെയ്തപ്പോൾ 5,700, അല്ലേ? 6,000ൻ്റെ 5% എന്ന് പറഞ്ഞാൽ 300 ആണ് വരിക. അപ്പോൾ 300 ലെസ് ചെയ്തു. അപ്പോൾ 5,700 കിട്ടി. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിങ്ങിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്ര ഉണ്ടായിരുന്നു? 6,500 ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ 5% എന്ത് ചെയ്ത്? ഡിപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 6,500 നിന്ന് 5% ലെസ് ചെയ്യാം. 6,500ൻ്റെ 5% ലെസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? മെഷീനറി 6,175. ക്ലിയർ? അപ്പോൾ ഇനി ഇതൊക്കെ കൂടി ആഡ് ചെയ്തപ്പോൾ 375, അല്ലേ? 30,075 കിട്ടി. അപ്പോൾ അത് തന്നെ ഇവിടെ നമ്മൾ ലാബിലിറ്റി സൈഡിലും എഴുതി, അല്ലേ? എന്നിട്ട് അസറ്റിൽ നിന്ന് ലാബിലിറ്റീസ് ഈ 375ൽ നിന്ന് ഈ രണ്ട് എമൗണ്ടും ലെസ് ചെയ്തപ്പോൾ ഉള്ള ബാലൻസ് എമൗണ്ട് എത്ര കിട്ടിയത്? 25,275. അപ്പോൾ ഇത് ഈ ബാലൻസിനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓപ്പണിങ്ങും കിട്ടി, ക്ലോസിങ്ങും കിട്ടി, അല്ലേ? അപ്പോൾ ഇനി സിമ്പിളായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് കണ്ടെത്തിക്കൂടെ? യെസ്, പ്രോഫിറ്റ് കണ്ടെത്താൻ നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ആദ്യം നമുക്ക് എന്താ വേണ്ടിയത്? ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 31 ഡിസംബർ 2011 ക്യാപിറ്റൽ എത്രയായിരുന്നു? ക്ലോസിംഗ് ക്യാപിറ്റൽ 25,275. അതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. അതെടുത്ത് എഴുതി 25,275. ഇനി ആഡ് ഡ്രോയിങ്സ് എത്രയാണ്? 800 രൂപ ഓരോ മാസവും. 800 പെർ മന്ത് എന്ന് പറയുമ്പോൾ അത് 12 മന്ത്സേക്ക് ആകുമ്പോൾ ഒരു മാസമാണ് 800 രൂപ, 12 മാസത്തേക്ക് ആകുമ്പോൾ 9,600 രൂപ വരും. അപ്പോൾ 9,600 ആഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 34,875 കിട്ടി. അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ കോസ്റ്റിൽ പറയുന്നുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നുള്ളത് എത്രയാണ്? 2,000. ഇതാ മിസ്റ്റർ എ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ്ഡ് ഫർദർ ക്യാപിറ്റൽ ഓഫ് ₹2,000. അപ്പോൾ അത് അഡീഷണൽ ക്യാപിറ്റലാണ്. ഫർദർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ക്യാപിറ്റലാണ്. എത്രയാണ്? 2,000. അപ്പോൾ ഈ അഡീഷണൽ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. അപ്പോൾ കിട്ടും എത്രയാണ്? 32,875 കിട്ടി. ഈ 32,875 നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നു. ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെ കിട്ടിയത്? ഇവിടെ നോക്കുക, ഓപ്പണിംഗ് ക്യാപിറ്റൽ, അല്ലേ? 1 ജാനുവരി 2011 നമ്മളവിടെ ആ ഡാറ്റ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര കിട്ടിയത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് 24,000. അപ്പോൾ 24,000 ലെസ് ചെയ്യുന്നു. സോ 24,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടും? 887 രൂപ പ്രോഫിറ്റ്. ക്ലിയർ? അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല, ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല. അപ്പോൾ രണ്ടിൻ്റെയും കുറച്ച് ഓപ്പണിംഗിൽ എത്രയാണ് അസറ്റ് ഉള്ളത്, ലാബിലിറ്റീസ് ഉള്ളത് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തി. അതേപോലെ ക്ലോസിങ്ങിൽ എത്രയാണ് അസറ്റും അതേപോലെ ലാബിലിറ്റീസും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടെത്തി. ക്ലിയർ? ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ശ്രീ ശർമ്മ കമൻസ്ഡ് ബിസിനസ് ഓൺ 1 ജാനുവരി 2003 വിത്ത് ക്യാപിറ്റൽ ഓഫ് 25,000. അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 25,000. ₹20,000 ബ്രോട്ട് ഇൻ ടു ക്യാഷ് ആൻഡ് ദ ബാലൻസ് ഇൻ ദി ഫോം ഓഫ് മെഷീനറി. അപ്പോൾ 25,000 ആണ് ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ. ആ 25,000 എങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? 20,000 ക്യാഷ് ആയിട്ടും ബാക്കി 5,000 രൂപയുടെ മെഷീനറി ആയിട്ടാണ്.
ക്ലിയർ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 25,000. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി. അപ്പോൾ ഇനി ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉപയോഗിച്ചിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇനി ഓൺ 1st October 2003 ഹി ഇൻട്രഡ്യൂസ്ഡ് ₹10,000 ഇൻ ദി ബിസിനസ്. 10,000 രൂപ ബിസിനസ്സിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്തു. അതിൽ 6,000 രൂപ വൈഫിൻ്റെ നിന്ന് വാങ്ങിയിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അയാൾ എത്രയാണ് ഇറക്കിയിട്ടുള്ളത്? 4,000 രൂപയാണ് ശർമ്മ ബിസിനസ്സിലേക്ക് അഡീഷണൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. 6,000 വൈഫിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളതാണ് അല്ലേ. ഹി വിഡ്രോ അറ്റ് ദി റേറ്റ് ഓഫ് ₹500 പെർ മന്ത്. ഓരോ മാസവും 5,000 രൂപ വെച്ചിട്ട് മിസ്റ്റർ ശർമ്മ എന്ത് ചെയ്യുന്നുണ്ട്? വിഡ്രോ ചെയ്യുന്നുണ്ട്. ഇനി ഹിസ് പൊസിഷൻ 31st December 2003 ക്ലോസിങ്ങിലുള്ള ബാലൻസ് അസറ്റും ലാബിലിറ്റീസും തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിങ്ങിൽ നമുക്ക് ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓപ്പണിംഗ് കാൽക്കുലേറ്റിൻ്റെ ആവശ്യമില്ല. ക്ലോസിങ് കിട്ടിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അസറ്റും ലാബിലിറ്റീസും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, സൺട്രി ഡെപ്റ്റേഴ്സ്, മെഷീനറി, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ബിൽസ് റിസീവബിൾ ആൻഡ് ഫർണിച്ചർ. ഓക്കെ. അപ്പോൾ ഇത് അസറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ ലാബിലിറ്റീസ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നേരെ എടുത്ത് എഴുതുന്നു. ഓക്കെ. അപ്പോൾ ഇനി ഫസ്റ്റ് നമുക്ക് എന്താണ്? ഓപ്പണിംഗ് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ക്ലോസിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ മതി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31st December 2003 സൺട്രി ക്രെഡിറ്റേഴ്സ്, ലോൺ ഫ്രം വൈഫ്, ബിൽസ് പേയബിൾ അല്ലേ. ഇത് എടുത്ത് എഴുതി ലാബിലിറ്റി സൈഡിൽ. ഓക്കെ. അപ്പോൾ ഈ 3 എടുത്ത് എഴുതി. ഇനി അസറ്റ്സിൽ ഇതൊക്കെ എടുത്ത് എഴുതി. അസറ്റ്സ് ആണെന്നുള്ളതൊക്കെ എടുത്ത് എഴുതി. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 46,300. ഇവിടെ 46,300 എഴുതി. അപ്പോൾ ബാലൻസ് 46,300 നിന്ന് ഈ 3 എമൗണ്ടും കുറച്ചപ്പോൾ 30,300 ക്ലോസിംഗ് ക്യാപിറ്റൽ. ക്ലിയർ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടി, ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടി. ഇനി എന്ത് ചെയ്താൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിയല്ലോ. എത്രയാണ്? 30,300. അതെടുത്ത് എഴുതി 30,300. അതിൽ നിന്ന് ഡ്രോയിങ്സ് എത്രയാണ്? 500 പെർ മന്ത് ആണ്. 800 എന്ന് എഴുതിയുള്ളത് 500 ആക്കുക. 500 പെർ മന്ത്. അപ്പോൾ മൊത്തം ഒരു വർഷത്തേക്ക് 12 മാസമാണ് ഉള്ളത്. അപ്പോൾ 12 മാസം 500 രൂപ വെച്ച് കഴിഞ്ഞാൽ മൊത്തം 6,000 രൂപ ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ അത് ഡ്രോയിങ്സ് ആഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ 30,300 പ്ലസ് ഡ്രോയിങ്സ് 36,300 കിട്ടി. ഇനി അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? 4,000 ആണ്. ഓക്കെ. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4,000 അഡീഷണൽ ക്യാപിറ്റൽ. ദെൻ അപ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഈ 36,300 നിന്ന് 4,000 അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. ദാറ്റ് ഈസ് 32,300. ഇനി ഈ 32,300 നിന്ന് എന്ത് ചെയ്യുന്നു? ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നു. ഓപ്പണിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 25,000. അപ്പോൾ ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ദാറ്റ് ഈസ് 7,300. ക്ലിയർ. അപ്പോൾ ഇവിടെ 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. വളരെ സിമ്പിളാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വേണ്ടി വരും. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും മറ്റേത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൺവേർഷൻ മെത്തേഡാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.